അതെ, രണ്ടാമൻ മമ്മൂട്ടി, മൂന്നാമൻ ചാക്കോച്ചൻ, ഒന്നാമൻ ആര്? മോളിവുഡിലെ പനമ്പാടി ചിത്രങ്ങളിതാ. മലയാളത്തിലെ 2024 മിന്നും വർഷമായിരുന്നു. പുറത്തിറങ്ങിയതൊക്കെ വമ്പൻ ഹിറ്റായ വർഷം. 2025 അങ്ങനെയല്ല എന്നാണ് തുടക്കത്തിലുള്ള കളക്ഷൻ സൂചനകൾ. ഇതുവരെ ഒരു 100 കോടി ചിത്രം പോലും ഉണ്ടായിട്ടില്ലെങ്കിലും രേഖാചിത്രം പോലുള്ള മികച്ച സിനിമകൾ വന്നത് എന്ന് നമുക്ക് അഭിമാനിക്കാം. 2025ന്റെ ആദ്യ 2 മാസം പിന്നിടാറാവുമ്പോൾ ഒന്നാം സ്ഥാനത്ത് രേഖാചിത്രം ഇടം നേടിയിരിക്കുകയാണ്. ആസിഫ് അലിയുടെ എക്കാലത്തെയും മികച്ച ഹിറ്റുകളിലൊന്നാണ് രേഖാചിത്രം. രേഖാചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ 75 കോടി നേടിയെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. അനശ്വര രാജനാണ് നായികയായി എത്തിയത്. രേഖാചിത്രം സോണി ലൈവിലൂടെ മാർച്ച് 7-ന് ഒടിടിയിൽ എത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജോഫിൻ ഡി ചാക്കോയാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഛായാഗ്രഹണം അപ്പു പ്രഭാകരൻ നിർവഹിച്ചിരിക്കുന്നു. രണ്ടാം സ്ഥാനത്ത് മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് ആണ് എത്തിയിരിക്കുന്നത്. ചിത്രം ആഗോളതലത്തിൽ ആകെ 20.09 കോടി നേടിയെന്നാണ് അനൗദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്തത്. ഗോകുൽ സുരേഷും നിർണായക കഥാപാത്രമായി ചിത്രത്തിലുണ്ടായിരുന്നു. മമ്മൂട്ടി കമ്പനിയായിരുന്നു ചിത്രം നിർമ്മിച്ചത്. ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി 20 കോടിയോളം രൂപയോളം നേടിയിട്ടുണ്ട്. നാലാം സ്ഥാനത്തുള്ള പൊന്മാൻ 17.33 കോടിയിലുണ്ട്. അഞ്ചാമതുള്ള ഐഡന്റിറ്റി ആഗോളതലത്തിൽ 16.5 കോടിയാണ് രൂപയാണ് നേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആറാം സ്ഥാനത്തുള്ള റൊമാൻസ് 12.12 കോടി രൂപയും നേടിയിരിക്കുന്നു എന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ സൂചിപ്പിക്കുന്നത്.